ചോറ്റാനിക്കരയിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം എത്തുന്നു തുളസി രാധാകൃഷ്ണനും വീണ സനുവും. ഗുഡ് ഈവനിംഗ് തുളസി രാധാകൃഷ്ണൻ, വീണ സനു. ഒരു ആചാരപരമായി എത്രയോ കാലങ്ങളായി നടന്നു വരുന്ന മകം തൊഴലാണ്. ഞാൻ ആദ്യം തുളസി രാധാകൃഷ്ണനിലേക്ക് പോവുകയാണ്. തുളസി, അവിവാഹിതരായ സ്ത്രീകൾ മകം തൊഴുതാൽ അടുത്ത മകത്തിന് മുൻപ് വിവാഹം എന്നാണ്. അപ്പോൾ തുളസിക്ക് ആദ്യം തന്നെ എല്ലാ ആശംസകളും. എങ്ങനെയുണ്ട് ചോറ്റാനിക്കര മകം തൊഴലിനെത്തി അവിടെ നിൽക്കുമ്പോൾ? ആദ്യം തന്നെ ആ ആശംസകൾ നേർന്നതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ എനിക്ക് പുറകിൽ കാണാം ചോറ്റാനിക്കര മകം തൊഴാനായി എത്തിയിരിക്കുന്ന സ്ത്രീകളുടെ തിരക്ക് എന്ന് പറയുന്നത്. അതിരാവിലെ മുതൽ തന്നെ എത്തിയിരിക്കുന്നവരാണ്. ഇവരിൽ പലരും തലേന്ന് തൊട്ടേ ഇവിടെ ഉള്ളവരാണ്. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഇപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ക്യൂകൾ കൃത്യമായി നിരനിരയായി അണിനിരന്ന് അത് കൃത്യമായി പാലിച്ചുകൊണ്ട് നിരവധി സ്ത്രീകളാണ് കൃത്യം 2 മണിക്ക് തന്നെ ക്ഷേത്ര നട തുറന്നതോടുകൂടി ദർശനം സുഗമമായി തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് കാണാം നിരവധി പേരാണ് ക്ഷേത്രത്തിനകത്തും പുറത്തും റോഡിലുമായി പതിനായിരക്കണക്കിന് സ്ത്രീകളാണ് വരി നിൽക്കുന്നത്. പലരും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അവിടെ എത്തി ഈ ക്യൂവിൽ ആദ്യം തന്നെ നിന്ന് ഇപ്പോൾ ദർശനം കഴിഞ്ഞ് അവിടെ നിന്ന് പോയിട്ടുണ്ട്. 2 മണിക്കൂർ പിന്നിട്ടിട്ടേ ഉള്ളൂ ദർശനം. വീണ സനു ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ ഈ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും എല്ലാം നന്നായി അറിയാമല്ലോ. വീണ സനു, വില്ലമംഗലം സ്വാമിയാർക്ക് ദേവി ദർശനം നൽകിയതിന്റെ ഒരു ഓർമ്മ പുതുക്കൽ, അതോടൊപ്പം തന്നെ ഓരോ വർഷം കഴിയും തോറും ഭക്തരുടെ എണ്ണം കൂടി വരുന്നതല്ലേ? വീണയുടെ വീടിന്റെ തൊട്ടടുത്തായതുകൊണ്ട് വീണ ഇത് എല്ലാ വർഷവും കാണുന്നതുമല്ലേ? തീർച്ചയായിട്ടും സുജയ പറഞ്ഞത് വളരെ ശരിയാണ്. വില്യമംഗലം സ്വാമിക്ക് ദർശനം നൽകിയതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. പിന്നെ സുജയ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. എൻ്റെ വീട് ഈ അമ്പലത്തിന് തൊട്ടടുത്താണ്. ഞാൻ ഇവിടെ എന്നും വന്ന് ദർശനം നടത്തുന്ന ഒരാളും തന്നെയാണ്. ഇപ്പോൾ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ എനിക്ക് നിന്ന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ടും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ വാർത്തയിൽ വീണ്ടും എത്തുകയാണെങ്കിൽ, അതായത് 2 മണിക്ക് നട തുറന്നു, 9:30 വരെയാണ് ദർശന സമയം. പക്ഷേ തിരക്ക് കണ്ടാൽ നമുക്കറിയാം ഇത് 9:30 വരെ ഒന്നും നിൽക്കില്ല. അതിന് മുമ്പും അതിനുശേഷവും ദർശനം നീളാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം അത്രയധികം അഭൂതപൂർവമായ ഒരു തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രായമൊന്നും നോക്കാതെ, അല്ലെങ്കിൽ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരോ ഇതൊന്നും നോക്കാതെ പല ഇതിലുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു അമ്മയുടെ പ്രതികരണം തേടേണ്ടതുണ്ട്. അപ്പം നമുക്ക് ചേച്ചി, എത്ര നാളായി വരാൻ തുടങ്ങിയിട്ട്? അമ്മ ഇപ്പം 3-ാം വർഷം. എല്ലാ തവണയും ഇതുപോലെ വന്ന് ദർശനം നടത്തിയിട്ട് അമ്മയുടെ ഒത്തിരി അനുഗ്രഹമുണ്ട്. എവിടെയാണ് നാട്? പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ടയിൽ നിന്നൊക്കെ വന്നവരാണ് സുജയ ഇവിടെ ഉള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുമ്പ് വരെ ഇവിടെ വിരി വെച്ച് ഇരിക്കുന്നവരുണ്ടായിരുന്നു ദർശനം നടത്തുന്നതിന് വേണ്ടി. അപ്പോൾ അവർക്കൊക്കെ പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാണ്. ഞങ്ങൾക്ക് ചോറ്റാനിക്കര അമ്പലത്തിൽ വന്ന് മകം തൊഴുത് ദർശനം നേടിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാം മുടങ്ങാതെ എല്ലാ കൊല്ലവും ഞങ്ങൾ വരാറുണ്ട് എന്നാണ് മിക്ക സ്ത്രീകളും പറയുന്നത്. സമയത്തിന്റെ കുടുംബസമേതമാണ് വീണ. സാധാരണ ഞാൻ നേരത്തെ തുളസിയോട് പറഞ്ഞത്, ഈ വിവാഹിതരാകാത്ത സ്ത്രീകൾ വിവാഹം നടക്കുന്നതിനായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പലർക്കും അങ്ങനെ വിവാഹം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞും കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം കുടുംബസമേതമാണ്, വിവാഹത്തിന് ശേഷം കുടുംബസമേതമാണ് അവരെത്തുക. ഇപ്പോൾ പത്തനംതിട്ട അയിരൂരിൽ നിന്നുള്ളവരെ നമ്മൾ കണ്ടല്ലോ. ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് നട തുറക്കുന്നത്. സാധാരണ ദേവീക്ഷേത്രങ്ങളിലൊക്കെ ഈ സമയം നട അടഞ്ഞു കിടക്കുന്ന സമയമാണ്. ചോറ്റാനിക്കരയിൽ ഈ ഒരു പ്രത്യേകത കൂടി നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് തോന്നുന്നു വീണ. തീർച്ചയായിട്ടും സുജയ, അതായത് ഈ കുംഭമാസത്തിൽ മകം എന്ന നക്ഷത്രത്തിലാണ്, ആ ഒരു ദിവസമാണ് ഈ വില്ലുമംഗല സ്വാമിക്ക് ദേവി അത് ഒരനുഗ്രഹം നൽകിയത്. അത് ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. അങ്ങനെയാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് കുംഭമാസത്തിൽ മകം ദിനത്തിൽ ഇങ്ങനെ ഈ ഉച്ച സമയത്ത് നട തുറക്കുകയും അത് രാത്രി വരെ ഒരു ദർശനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഐതിഹ്യം. പക്ഷേ ഈ 2 മണി മുതൽ 9 മണി വരെ അത് വർഷങ്ങളായി അതങ്ങനെ തന്നെയാണ്. വൈകും എത്ര ഇതാണെങ്കിൽ പോലും, തിരക്കുണ്ടെങ്കിൽ പോലും ഈ ഭക്തർ എത്രത്തോളം ഉണ്ടോ അവരെ മുഴുവൻ ആൾക്കാരെയും തൊഴിയിച്ചതിന് ശേഷം മാത്രമാണ് നടയടക്കുകയുള്ളൂ. പക്ഷേ 10 മണിയോടുകൂടി തന്നെ, രാത്രി 10 മണിയോടുകൂടി മരങ്ങാട്ടുമന എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഭഗവതിയെ നേരെ മരങ്ങാട്ടുമനയിലേക്ക് വിളക്കിന് എഴുന്നള്ളിച്ച് ഇവിടുത്തെ പ്രദേശവാസികളുണ്ട്. വാദ്യമേള ഘോഷങ്ങളോടുകൂടി തന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. താലപ്പൊലികളോടുകൂടി രാത്രി 12 മണിയോടെ അമ്മയെ വീണ്ടും അകത്തേക്ക് കയറ്റും. അതാണ് ഇന്നത്തെ ഒരു രീതി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. സാധാരണ രീതിയിൽ ഓറഞ്ച്, പിന്നെ വെള്ളം, സംഭാരം, ഈ വക കാര്യങ്ങളെല്ലാം ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് കണ്ട ഒരു കാര്യമുണ്ട്. ഈ സേവാഭാരതി നമുക്ക് തലവേദനയോ മറ്റോ വന്നു കഴിഞ്ഞാൽ അത് റോൾ ഓൺ, അത് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിച്ചു
തരാം ആ റോൾ ഓൺ. ഇതാണ് ആ സാധനം. ഭക്തജനങ്ങൾക്ക് തലവേദനയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലായിട്ട് അവരത് തേക്കാനായിട്ട്, കാരണം നമ്മളത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അവരുടെ ആരോഗ്യം കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭക്തജനങ്ങൾക്ക് സേവാഭാരതി നൽകുന്ന ഒരു സംഗതിയാണ് റോൾ ഓൺ. ഓക്കെ വീണ, ഞാൻ വീണയിലേക്ക് തിരികെ എത്താം. വെള്ളവും അതുപോലെ തന്നെ അത്യാവശ്യം ഇത്രയും വെയിൽ കൊള്ളുമ്പോൾ തലവേദന ഉണ്ടായാൽ അതിനുള്ള റോൾ ഓൺ അടക്കം അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്.